ഓക്കെ, അപ്പോൾ നമ്മൾ അക്കോർഡിംഗ് ടു ഫങ്ഷൻ ഓർ നേച്ചർ ബേസ് ചെയ്തിട്ട് 3 റേഷ്യോസ് പറഞ്ഞു. ലിക്വിഡിറ്റി റേഷ്യോസ്, leverage ratios, then activity ratios. Next ratio is profitability ratio. Profitability എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? The term profitability refers to the ability of a firm to earn income. Profitability എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേമിൻ്റെ ഇൻകം ഏൺ ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോസാണ് ഏതൊക്കെ? പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമൈസ് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് ബിസിനസ്സിന് എപ്പോഴും എന്തായിരിക്കണം? ആ ഫേമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. Okay, then the profitability of a firm can be easily measured by its profitability ratios. Then there are 2 types of profitability ratios. There are 2 types of profitability ratios. The first one is profitability ratio based on sales and profitability ratios based on ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് 2 രീതിയിലാണ്. ഒന്ന് സെയിൽസ് ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ബേസ്ഡ് ഓൺ സെയിൽസ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് നോക്കാം. ഓക്കെ, ബേസ്ഡ് ഓൺ സെയിൽസ് profitability ratios based on sales. These are general profitability ratio. അതായത് പ്രോഫിറ്റബിലിറ്റി ബേസ്ഡ്, അതായത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസ് എന്ന് പറയുന്നത് ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. നമ്മൾ സെയിൽസ് ബേസ് ചെയ്തിട്ട് പറയുന്ന പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും? ദീസ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് സെയിൽസ്. അപ്പോൾ സെയിൽസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദേ ഹാവ് major 4 important profitability ratios based on sales. First one is gross profit ratio, then operating ratio, then operating profit ratio, then net profit ratio. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് എന്തുകൂടി കാണാം? നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ കണ്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിതിന് എക്സ്ട്രാ ഏതൊരു റേഷ്യോ കൂടി ഇൻക്ലൂഡ് ചെയ്യാം? എക്സ്പെൻസസ് റേഷ്യോ എന്നൊരു റേഷ്യോ കൂടി എന്ത് ചെയ്യാം? ഇതിൽ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ മേജറായി വരുന്ന റേഷ്യോസ് എന്ന് പറയുന്നത് ദേ ഹാവ് 4 റേഷ്യോസ് ആർ ബേസ്ഡ് ഓൺ സെയിൽസ് ഇൻ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. അതിൽ വരുന്ന ഫസ്റ്റ് റേഷ്യോ ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. പേരിൽ തന്നെ ഉണ്ട് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. അപ്പോൾ അവിടെ കോമ്പോണൻറ്റ്, മേജർ കോമ്പോണൻറ്റ് എന്തായിരിക്കും? 1 ഈസ് ഗ്രോസ് പ്രോഫിറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സെയിൽസ് ആണ്. അപ്പോൾ നമ്മളെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസ് എന്ന് പറയുമ്പം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ റേഷ്യോസിൻ്റെയും ഒരു കോമ്പോണൻറ്റ് എന്തായിരിക്കും? നെറ്റ് സെയിൽസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ സെയിൽസുമായിട്ടാണ് നമ്മളത് പ്രോഫിറ്റ്സിനെ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസ് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. ആൻഡ് ദിസ് റേഷ്യോ, that means gross profit ratio is expressed as a percentage. Okay, അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പേഴ്സൻറ്റേജസിലാണ് കേട്ടോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പേഴ്സൻറ്റേജസിലാണ്, പേഴ്സൻറ്റേജസ് ആണ്. അപ്പോൾ ഇവിടെ ഇക്വേഷനിൽ ഇൻറ്റു 100 എന്നുകൂടി ഉണ്ടാവും കേട്ടോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. And this ratio is also known as gross margin. This ratio is also known as gross margin. അപ്പോൾ നമ്മൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഗ്രോസ് മാർജിൻ എന്ന് പറയുന്നത്. Okay, then ഇവിടെ എന്താണ്? They have 2 major components. First one is gross profit and another one is net sales. Gross profit അതുപോലെ തന്നെ നെറ്റ് സെയിൽസുമാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ മേജർ ആയിട്ടുള്ള 2 കോമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത്.
നമുക്ക് നോക്കാം ഇതിൽ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിൻ്റെ റിസൾട്ടായിരുന്നു? നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് ആയിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ടാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് പിന്നെ സെയിൽസിൽ നിന്ന് നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്കിനോട് നമ്മൾ പർച്ചേസ് ആഡ് ചെയ്യാം, ഡയറക്റ്റ് എക്സ്പെൻസസ് ആഡ് ചെയ്യാം, പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യാം, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ദ റിസൾട്ട് ഈസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ കിട്ടുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് നമ്മുടെ നെറ്റ് സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ടാണ്. ഓക്കെ, സോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു വാട്ട്? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നമ്മൾ പെർസെൻറ്റേജസിലാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത്. എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് റേഷ്യോസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് 4 ഫോംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പ്രൊപ്പോർഷൻ, സെക്കൻഡ് പെർസെൻറ്റേജ്, ദെൻ തേർഡ് ടൈംസ്, ഫോർത്ത് വൺ ഈസ് ഫ്രാക്ഷൻ. അതിൽ പെർസെൻറ്റേജസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെറ്റ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയുടെ മീനിങ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 20% അല്ലെങ്കിൽ ഒരു 25% ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് ഐഡിയൽ റേഷ്യോ ആണ്. നമുക്ക് സാറ്റിസ്ഫാക്ടറി റേഷ്യോ ആണ് എന്ത്? 20% ഓർ 25% എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റ് സെയിൽസിൻ്റെ 20% ഗ്രോസ് പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പൊസിഷൻ ഓക്കെ, കുഴപ്പമില്ല, നല്ലൊരു എന്താണ് ഗ്രോസ് മാർജിനാണ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മളെന്താ നെറ്റ് സെയിൽസുമായിട്ടാണ് ഗ്രോസ് പ്രോഫിറ്റിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോമൺ കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് ആരാണ്? സെയിൽസാണ്. അപ്പോൾ അവിടെ സെയിൽസുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ്? 20% അല്ലെങ്കിൽ 25% പ്രോഫിറ്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മളുടെ ബിസിനസ് എന്താണ്? ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ടറി ലെവലിലാണ്, ഒരു ഐഡിയൽ റേഷ്യോ ആണ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയുടെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു മെഷർ ദ എഫിഷ്യൻസി വിത്ത് വിച്ച് എ ഫേം പ്രൊഡ്യൂസസ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ആൻഡ് ടു ഡിറ്റർമൈൻ ദ സെല്ലിംഗ് പ്രൈസ് ആൻഡ് ടു അനലൈസ് ദ റീസൺ ഓഫ് സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻസ് ഇൻ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇൻ വേരിയസ് ഇയേഴ്സ്. അവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഇയേഴ്സിൽ കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോനെ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് വേരിയൻസ് റീസൺസ് അനലൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവാണ്. പിന്നെ പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എഫിഷ്യൻസി മെഷർ ചെയ്യാൻ, അതായത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, അതേപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഒരു ഒബ്ജക്റ്റീവ് പറയുന്നത്. പിന്നെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പറഞ്ഞു നമുക്കൊരു സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 20%, 25% എന്നൊക്കെ പറയുമ്പം ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എ ഹൈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് എ സൈൻ ഓഫ് എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നല്ലൊരു പിന്നെ ഹയർ, അതായത് 20-25% എബോവ് ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതെങ്കിൽ, റേഷ്യോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ വരുന്നതെങ്കിൽ അവിടെ പറയുന്നത് എഫിഷ്യൻറ്റ് പ്രൊഡക്ഷനും അതേപോലെ തന്നെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, അതായത് പർച്ചേസ് മാനേജ്മെൻറ്റുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ബിലോ 20% ഒക്കെ ആണെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യുന്നത് ഡേഞ്ചർ സിഗ്നലാണ്, അതായത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് കണ്ടീഷൻ, അത് ഫേം നല്ലൊരു ഗുഡ് പൊസിഷനിൽ അല്ലെങ്കിൽ ഗുഡ് കണ്ടീഷനിലല്ല എന്നുള്ളതാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കതിലുള്ളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.